ഇറാൻ ഇപ്പോൾ മനസ്സിലായി ഹോർമോസ് വെച്ച് അന്താരാഷ്ട്ര സമൂഹത്തോട് വിലപേശാൻ സാധിക്കുമെന്ന് ഇറാൻ മനസ്സിലായി. അതുകൊണ്ടാണ് പറയുന്നത് 60 ദിവസത്തേക്കാണ് ഈ സൗജന്യമെല്ലാം. ഇറാൻ തിരിച്ചു പറയുകയാണ്, പെർപ്പച്വൽ സ്റ്റേറ്റ് ഓഫ് വാർ ആഗ്രഹിക്കുന്നു ഇസ്രായേൽ. അതുകൊണ്ട് ഇപ്പോൾ യുദ്ധം ഇറാനും അമേരിക്കയും തമ്മിൽ അങ്ങ് മച്ചാനുമായി. അപ്പോൾ പിന്നെ ഇസ്രായേൽ ആരാ? കഴിഞ്ഞ ദിവസം എത്തിച്ചേർന്ന ധാരണ എന്ന് പറയുന്നത് 60 ദിവസത്തേക്ക് ഇറാന് എണ്ണ പൊതുവിപണിയിൽ വിൽക്കാം. അന്താരാഷ്ട്ര വിപണിയിൽ ഇറാനിയൻ എണ്ണ ഹോർമോസ് കടന്ന് പായും. എണ്ണയുടെ, അതായത് ഹൈഡ്രോ കാർബണിൻ്റെ ലോക തലസ്ഥാനം നിലവിൽ വെസ്റ്റ് ഏഷ്യയാണ്. ആ ഒരു അവസ്ഥയിൽ നിന്നും ട്രംപിന് അത് ഏറെ പടിഞ്ഞാറേക്ക് കൊണ്ടുപോകണം എന്നൊരാഗ്രഹമുണ്ട്. ചൈന ഊർജം സംഭരിച്ചുകൊണ്ടേയിരിക്കുന്നു. ചൈന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റ് രാജ്യങ്ങളുടെ കോൺഫ്ലിക്റ്റുകൾ ഇടപെടാതെ, അല്ല എങ്കിൽ ഇറാൻ വിഷയത്തിൽ ഇടപെടാമായിരുന്നല്ലോ. ആ കാര്യമായ അഭിപ്രായ പ്രകടനം പോലും നടത്താതെ ചൈന മാറി നിൽക്കുന്നത് അന്ന് അമേരിക്ക അഡോപ്റ്റ് ചെയ്ത ഐസൊലേഷനിസ്റ്റ് പോളിസി പോലെയാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇറാനെതിരെ 3 മാസം മുൻപ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തുടങ്ങിയ യുദ്ധം അവസാനിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ ഉടമ്പടി നിലവിൽ വന്നു. സമാധാനത്തിലേക്കുള്ള പാത തുറന്നുകൊണ്ടുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു. 40 വർഷമായി അമേരിക്ക ഇറാനുമേൽ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധത്തിന് അയവ് വന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട മാറ്റം. ഈ യുദ്ധത്തിൽ നേട്ടമാർക്ക് കോട്ടമാർക്ക് എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ ആദ്യം വരുന്നത് അമേരിക്കൻ സൈനിക നടപടി കൊണ്ട് ഇറാൻ്റെ ഏതെങ്കിലും 1 ഇഞ്ച് ഭൂമി അവർക്ക് നഷ്ടമായോ എന്നുള്ള ചോദ്യമാണ്. ഇല്ല എന്ന് പറയുന്നവരാണ് ഏറെയും. അങ്ങനെ വരുമ്പോൾ നേട്ടം ഇറാനല്ലയോ? പരിശോധിക്കാം. നമ്മോടൊപ്പം ചേരുന്നു വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. സാറിന് കഴിഞ്ഞ 3 മാസമായി ഈ നടന്നു വരുന്ന യുദ്ധം, അത് ഇത്രയും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാത്ത ട്രംപ്, ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഒരു രാഷ്ട്രത്തലവൻ്റെ തീരുമാനങ്ങൾ, അത് ലോകത്തിന് തന്നെ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമാക്കി. എങ്കിലും ഒടുവിൽ കരാർ ഒപ്പിടുന്നത് വരെയും നമ്മൾ പറഞ്ഞു, ഇനി എന്തായിരിക്കും ട്രംപ്, വീണ്ടും ഒരു യൂ ടേൺ ഉണ്ടാകുമോ? അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചത്. ഒടുവിൽ വന്നിരിക്കുകയാണ്. എങ്കിലും ഇപ്പോഴും നമുക്ക് ഇതാണ് അവിടുത്തെ സമാധാന ഉടമ്പടി എന്ന് പറയാൻ സാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? പൂർണ്ണമായും ഒരാശ്വാസം എല്ലാവർക്കും ഉണ്ടാകുന്ന അവസ്ഥയായിട്ടുണ്ടോ? ഇടക്കാല ആശ്വാസം എന്ന് മാത്രമേ ഇപ്പോൾ പറയാനാവൂ. പൂർണ്ണ ആശ്വാസം ആകണം എങ്കിൽ മധ്യപൗരസ്ത്യ പ്രദേശത്തെ വലിയ വിഷയങ്ങൾ, ഫണ്ടമെൻ്റൽ വിഷയങ്ങൾ കൂടി, പാലസ്തീൻ ഉൾപ്പെടെയുള്ള ഫണ്ടമെൻ്റൽ വിഷയങ്ങളിൽ ഒരു ധാരണ ഉണ്ടാവണം. ഓക്കെ, ഇത് ഇപ്പോൾ ആയിരിക്കുന്ന ഒരു താൽക്കാലിക ഇടക്കാല ഒരു അറേഞ്ച്മെന്റ് മാത്രമാണ്. കോസ് ഇപ്പോഴും അവിടെ കിടക്കുകയാണ് അല്ലേ? കാരണം അടിസ്ഥാന പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പോൾ 60 ദിവസത്തേക്ക് മാത്രം ഒരു വെടിനിർത്തൽ. ആ വെടിനിർത്തൽ കാലഘട്ടം തുടങ്ങുമ്പോൾ ഒരു ധാരണയുമായിട്ടാണ്. ഒരു താൽക്കാലിക ധാരണ മാത്രമാണ്, ധാരണാപത്രമാണ്. 14 ഇനങ്ങളടങ്ങുന്ന ഇറാൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ, അതിൽ പല കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ടൊരു ധാരണാപത്രത്തിൽ മാത്രമാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ആ ധാരണാപത്രത്തെ അടിസ്ഥാനപ്പെടുത്തി പല റൗണ്ട് ചർച്ചകൾ ഈ 2 മാസം നടക്കണം. 60 ദിവസത്തെ വെടിനിർത്തൽ കാലാവധിയിൽ നടക്കണം. അതിൽ ആദ്യ റൗണ്ട് പൂർത്തിയാക്കി ജനീവയിൽ വെച്ച് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് എത്തുന്നു. അദ്ദേഹത്തോടൊപ്പം മുൻപ് നെഗോസിയേഷനിൽ പങ്കെടുത്തിട്ടുള്ള ജാരഡ് കുഷ്ണർ, ട്രംപിൻ്റെ മരുമകനാണ്. സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിൻ്റെ ഏജൻ്റാണ്, വെസ്റ്റ് ഏഷ്യ ഏജൻ്റാണ്. ഇവർ രണ്ടുപേരുമുണ്ട്. ഇറാനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അബ്ബാസ് അരാക്ചി വിദേശകാര്യമന്ത്രി, അതുപോലെ മുഹമ്മദ് ഗലിബാഹ്, അദ്ദേഹം ഇറാൻ മജ്ലിസിൻ്റെ സ്പീക്കറാണ്. ഇവരെല്ലാം ചേർന്ന് പാകിസ്ഥാൻ്റെയും ഖത്തറിൻ്റെയും മധ്യസ്ഥതയിൽ സംസാരിക്കുന്നു. അപ്പോൾ ആ സംസാരത്തിന് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഡോക്യുമെൻറ്റഡ് എവിഡൻസ് മാത്രം വെച്ചിട്ടാണ് നമുക്കിപ്പോൾ അവലോകനം ചെയ്യാനാവുന്നത്. കേട്ടുകേൾവിയുടെയോ അല്ലെങ്കിൽ ചില ഊഹാപോഹങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല. അപ്പോൾ അവിടെ ആര് ജയിച്ചു നിൽക്കുന്നു, ആര് പരാജയപ്പെടുന്നു എന്ന് പറയുന്നത് കേവലം അപേക്ഷികം മാത്രമാണ്, അല്ലെങ്കിൽ സാങ്കേതികം മാത്രമാണ്. അതേസമയം ഡോക്യുമെൻ്റ്, ഇപ്പോൾ എത്തിച്ചേർന്ന ധാരണകൾ അനുസരിച്ച് മാത്രമേ നമുക്ക് വിശകലനം ചെയ്യാനാവൂ. പൂർണ്ണ ധാരണ എത്തിയിട്ടില്ല. ഒരു അന്തിമ കരാർ അമേരിക്ക ആഗ്രഹിച്ചത് എന്താണ്? ആണവ മുക്ത ഇറാൻ. ആ കരാർ എത്തിയിട്ടില്ല. ആ കരാറിലേക്കുള്ള ചവിട്ടുപടികൾ എന്ന രീതിയിലാണ് ഇപ്പോഴെല്ലാം നീക്കുന്നത്. അതിനുശേഷം വന്ന വിഷയമാണ് ഹോർമോസ് എന്ന് ഓർക്കണം. ഒറിജിനലി യുദ്ധം തുടങ്ങുന്ന
ഫെബ്രുവരി 28, 2026 ഹോർമൂസ് പരമശാന്തമായിരുന്നു. കറക്റ്റ്. അവിടെ ഒരു കപ്പലും നടന്നിട്ടില്ല. ഹോർമൂസിലുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വിവാദവും ഉണ്ടായില്ല. യുദ്ധം കടുത്തപ്പോൾ ഇറാൻ്റെ വജ്രായുധമായ ഹോർമൂസ് എടുത്തങ്ങ് ഉപയോഗിച്ചു എന്ന് മാത്രം. അത് വലിയ ഒരു വെളുക്കാൻ തെച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെ അമേരിക്ക ഇറാനെ പ്രകോപിപ്പിച്ചു. ഇറാൻ പ്രകോപിതമായി. ഇറാൻ ഭയപ്പെടുത്തിയത് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിരുന്നത് യഥാർത്ഥത്തിൽ സംഭവിപ്പിച്ചു. ഇനി അതിൽ നിന്ന് തലയുരുക എന്നതാണ് ആദ്യ പടി. നമ്മളൊരു അതായത് ട്രംപ് അമിത ആത്മവിശ്വാസത്തിൽ ആക്രമിച്ചു, പക്ഷേ ഇപ്പോൾ ഊരാക്കുടുക്കിലായി. പവർ, ടെക്നോ പവർ, എക്കണോമിക് പവർ, മിലിറ്ററി പവർ, ദാറ്റ് ഇസ് അമേരിക്ക. അപ്പോൾ ആ ടെക്നോ ഒപ്റ്റിമിസം ആൻഡ് മിലിറ്ററി മൈറ്റ്, അല്ലെങ്കിൽ ആ ഒരു മേധാവിത്വം, എന്താണ് പറയുക, ഹെഗ്യമൺ എന്ന് പറയും. അതെ, ഈ ഹെഗ്യമണി ഉപയോഗിച്ചുകൊണ്ട് ഏത് രാജ്യത്തെയും കിടുകിട വിറപ്പിക്കാം എന്ന ധാരണ പൊളിഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പം അത് ഇറാൻ ചെയ്തതെല്ലാം ന്യായീകരിക്കാവുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇറാനിൽ ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ട്. മനുഷ്യാവകാശ ലംഘനങ്ങൾ വലിയ തോതിൽ നടന്നു. പൗരാവകാശങ്ങൾക്ക് പുല്ലുവില മാത്രമാണ് പലപ്പോഴും ഉണ്ടായിരുന്നത്. അവിടുത്തെ ഭരണകൂടത്തെക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്, ഒക്കെ വാസ്തവം തന്നെയാണ്. പക്ഷേ സൈനികമായി ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നതാണ്. കാരണം ഒരു ഏറിയൽ ഡിഫൻസ് കാര്യമായി ഉണ്ടായില്ല. പക്ഷേ അവരുടെ മിസൈൽ ശേഖരം നശിപ്പിക്കാൻ അമേരിക്ക കഴിഞ്ഞില്ല. അതുമാത്രമല്ല, ആണവ ശേഖരം നശിപ്പിച്ചു എന്ന് പറയുന്ന ആണവ നിലയങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഇപ്പോഴും ആണവ വിഷയം സജീവമാണ്. അത് ചർച്ചയിലൂടെ പരിഹരിക്കേണ്ടതാണ്. ഇനി നോക്കാം. നമുക്ക് 14 ഇന പ്രപ്പോസലിലെ, അതാണല്ലോ ടേംസ് ഓഫ് റെഫറൻസ്, അതിലെന്തെല്ലാം കാര്യങ്ങളിൽ ധാരണ എത്തിയെന്നും അല്ലെങ്കിൽ ഏകദേശ ഒരു നീക്കുപോക്ക് ഇതുവരെയുള്ള ചർച്ചകളിൽ ഉണ്ടായി എന്നും ഇനി എന്താണ് ബാക്കിയെന്നും കൂടെ പരിശോധിച്ചെങ്കിൽ മാത്രമേ ഇതെവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാകൂ. അത് സ്വല്പം ടെക്നിക്കലാണ്. ഒന്ന്, ഇറാൻ്റെ ഒരു ആവശ്യമായിരുന്നു മരവിപ്പിക്കപ്പെട്ട ആസ്തികൾ തിരിച്ചു നൽകുക. അത് പൂർണ്ണമായി തിരിച്ചു നൽകാനുള്ള ധാരണയൊന്നും ആയിട്ടില്ല. പക്ഷേ ഒരു $12 ബില്യൺ അത് നൽകാനുള്ള ഒരു ആവശ്യം ഇറാൻ മുന്നോട്ട് വെച്ചു. അത് ഉടൻ തന്നെ നൽകാം എന്നതാണ്. അത് പണമായി നൽകില്ല, ഒരു നയ പൈസ പോലും അമേരിക്ക നൽകില്ല, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ നൽകില്ല. പക്ഷേ അമേരിക്കയുടെ എണ്ണയും സോയാബീനും മറ്റു ഉൽപ്പന്നങ്ങളും വാങ്ങാൻ വേണ്ടി $12 ബില്യൺ നിങ്ങൾ ഉപയോഗിക്കുമെങ്കിൽ അത് ധനസഹായമായി കൂട്ടിക്കൊള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഇറാൻ അതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അവിടെ വേണമെങ്കിൽ അവിടെ ഒരു കച്ചവട സാധ്യത ട്രംപ് കണ്ടു. അപ്പോൾ അവിടെ ഈ കാര്യത്തിൽ സമനിലയിൽ പിരിഞ്ഞു എന്ന് പറയാം. ഇറാന് മരവിപ്പിക്കപ്പെട്ട ആ എമൗണ്ട് റിലീസ് ചെയ്ത് കിട്ടുന്നു ഭാഗികമായി. അതിനേക്കാൾ വളരെ വലിയ തുകയാണ്. അതെ, $120 ബില്യണിൽ കൂടുതൽ അവിടെ പല സ്ഥലത്തായി മരവിപ്പിക്കപ്പെട്ടു എന്നാണ് കണക്കാക്കുന്നത്, അല്ലേ? $12 ബില്യൺ ഒരിടത്തും വേറൊരു $12 ബില്യൺ മറ്റൊരു വകയിലും, അങ്ങനെ $24-25 ബില്യൺ. അതിന് പുറമെ ഇപ്പോൾ മറ്റൊരു കാര്യം കൂടിയാണ് ഈ കരാറിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നത്. $300 ബില്യൺ, അത് വലിയൊരു എമൗണ്ടാണ്. അതെ, $300 ബില്യൺ ഓഫ് ഡെവലപ്മെൻ്റൽ അസിസ്റ്റൻസ് ടു ഇറാൻ. ദാറ്റ് വിൽ ബി അറേഞ്ച്ഡ്. നേരിട്ട് അമേരിക്ക കൊടുക്കുമെന്നല്ല, അത് ഇറാൻ്റെ സമ്പൂർണ്ണമായ റീബിൽഡിങ്ങിന് വേണ്ടി. ഇപ്പം ആകെ നശിച്ചിരിക്കുകയാണ് പല നഗരങ്ങളും, ഇൻഫ്രാസ്ട്രക്ചർ, അതിൻ്റെ എല്ലാം ബിൽഡിങ്ങിന് വേണ്ടി വെസ്റ്റേൺ കമ്പനികളിലൂടെയോ കോർപ്പറേറ്റ്സിലൂടെയോ രാജ്യങ്ങളിലൂടെയോ ഈ എമൗണ്ട് ഇറാനിൽ ഒരു പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. അത് ഒരുപക്ഷെ തിരിച്ചു കൊടുക്കേണ്ടതാണോ അതോ ഭാഗികമായി മാത്രം അവൈലബിൾ ആണോ, അതിനെക്കുറിച്ച് വലിയ നിശ്ചയമില്ല. പക്ഷേ അത് വലിയൊരു നേട്ടമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. റീബിൽഡിങ് ദ ഇൻഫ്രാസ്ട്രക്ചർ, ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഈസ് വെരി വൈറ്റൽ. അപ്പോൾ അത് ഇറാൻ അഡ്വാൻറ്റേജ് ആണെന്ന് പറയാം. അതേക്കുറിച്ച് ഏകദേശ ധാരണയിലായിട്ടുണ്ട്. പക്ഷേ അത് ഇറാൻ അത് അഭിമാനത്തോടെ പറയാം, ഞങ്ങൾക്ക് ഇത് തിരിച്ചു കിട്ടും. കാരണം ഈ യുദ്ധം ഇല്ലാതിരുന്നെങ്കിൽ അത് ഒരിക്കലും കിട്ടില്ലായിരുന്നു. അപ്പോൾ അത് യുദ്ധം കൊണ്ട് നഷ്ടപ്പെട്ടത് ഏതാണ്ട് അത്രയും തന്നെ, അല്ല അതിനേക്കാൾ കൂടുതൽ ഈ പുതുമയ്ക്ക് വേണ്ടി ലഭിക്കുന്നു. അത് ഇറാന് നേട്ടമാണ്. ഇറാൻ ആഗ്രഹിച്ച ഒരു കാര്യം, ഇറാൻ ഒരു വലിയ ഒരു ദൃഢമായി പ്രതിജ്ഞ ചെയ്ത കാര്യം, ഇറാനെ അനുകൂലിക്കുന്ന ഹിസ്ബുള്ള, ഹൂത്തി, ഹമാസ്, അതിൽ പ്രത്യേകിച്ചും ലെബനനിൽ താവളം ഉറപ്പിച്ച ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രയേൽ നടത്തുന്ന നിരന്തരമായ ആക്രമണം അവസാനിപ്പിക്കണം എന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടത്. ആഗ്രഹിച്ചതും ഡിമാൻഡ് ചെയ്തതും അങ്ങനെയാണ്. അല്ല എങ്കിൽ തങ്ങൾ കരാറിൽ നിന്ന് പിന്നാക്കം പോകും. പക്ഷേ ഈ ഭീഷണിയെ ഭരിച്ചപ്പെട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെ റെസ്പോൺസ് ഇപ്പോൾ ഏകദേശ ധാരണയിലെത്തി നിൽക്കുന്ന ആദ്യ റൗണ്ട് ചർച്ചയിൽ ധാരണയിലെത്തിയതായി പറയപ്പെടുന്നത് അമേരിക്ക വിൽ ഫോഴ്സ് ഇസ്രായേൽ ടു സ്റ്റോപ്പ് അഗ്രഷൻ ഓവർ ലെബനൻ. ഇതാണ് ധാരണ. പക്ഷേ സാർ, അതിന് എത്രത്തോളം സാധ്യത ഉണ്ടെന്നുള്ളതാണ്. കാരണം അടുത്ത വർഷം ഇസ്രായേലിൽ ഇലക്ഷൻ നടക്കാനുള്ളതാണ്. അതുവരെ സംഭവം ഇങ്ങനെ പുഷ് ചെയ്ത്, ഈ അറ്റാക്സ് പുഷ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ലക്ഷ്യം. മറ്റു കാര്യങ്ങൾ ആൾക്കാർ ചർച്ച ചെയ്യാൻ പാടില്ലല്ലോ.
അത് ഒരു ഗെയിം പ്ലാനാണ്, ഇസ്രായേലിൻ്റെ ഗെയിം പ്ലാനാണ്. ഇറാനെ പരമാവധി ക്ഷയിപ്പിച്ചതിന് ശേഷം മാത്രമേ യുദ്ധം നിർത്താവൂ എന്നതാണ് ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത നയം. ഇസ്രായേൽ നയം എന്ന് പറയുന്നതിനേക്കാൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നയം. കാരണം അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണങ്ങളുണ്ട്, മറ്റനേക കേസുകളുണ്ട്. ഇതെല്ലാം അധികാരം നഷ്ടപ്പെട്ടാൽ അത് വീണ്ടും പൊങ്ങി വരും. അതുകൊണ്ട് പെർപ്പച്വൽ സ്റ്റേറ്റ് ഓഫ് വാർ ആഗ്രഹിക്കുന്നു ഇസ്രായേൽ. അതുകൊണ്ട് ഇപ്പോൾ യുദ്ധം ഇറാനും അമേരിക്കയും തമ്മിൽ അങ്ങ് മച്ചാനുമായി. അപ്പോൾ പിന്നെ ഇസ്രായേൽ ആരാ? ശശിയാവുക എന്നൊക്കെ പറയില്ലേ, ഇപ്പം ആ രീതിയിൽ ഇസ്രായേൽ ആയി എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ഇപ്പം മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്. ഭാഗികമായെങ്കിലും മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം ഹീബ്രു യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ ദിവസം ഒരു അഭിപ്രായ സർവേ നടത്തി. ഒരു വിശാലമായ ഇസ്രായേൽ ആകപ്പെടെ 1 കോടിയിൽ താഴെ ജനങ്ങളുള്ള ഒരു രാജ്യമല്ലേ. അവിടെ അഭിപ്രായ സർവേ നടത്താൻ എളുപ്പമാണ്. കാരണം വലിയ ഇന്ത്യ പോലെ 142 കോടി ജനങ്ങളൊന്നുമില്ല അവിടെ. അതിൽ 92% ഇസ്രായേലികളും ജൂതന്മാരും പറയുന്നത്, അഭിപ്രായപ്പെട്ടിരിക്കുന്നത്, ഇറാന് മേൽക്കൈ ലഭിച്ചു. ഇസ്രായേൽ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ നെതന്യാഹുവിന് കഴിഞ്ഞില്ല. യുദ്ധത്തിലെ മേൽക്കൈ എന്ന് പറഞ്ഞാൽ നാശനഷ്ടങ്ങളുടെ കാര്യത്തിലല്ല, ഇറാൻ ഉദ്ദേശിച്ചെടുത്ത കാര്യങ്ങൾ നിന്നു, ഇസ്രായേൽ ഉദ്ദേശിച്ചെടുത്ത കാര്യങ്ങൾ നിന്നില്ല എന്ന് ഇസ്രായേൽ ഉള്ളിൽ നിന്നുകൊണ്ട് 92% ആളുകൾ പറയുകയാണ്. അതുമാത്രമല്ല, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ജനപ്രീതി വളരെ ഇടിഞ്ഞിരിക്കുന്നു. ട്രംപിൻ്റെ ജനപ്രീതി, എബിലിറ്റി ഓഫ് മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് ടു ക്യാരി ഔട്ട് ദ അഫയേഴ്സ് വളരെ പോറാണ് എന്നാണ് ഇസ്രയേലിലെ ജനത വിധി എഴുതിയിരിക്കുന്നത്. 72% ആളുകളും അങ്ങനെയാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം ഇസ്രയേലിനുള്ളിൽ വേറൊരു ചിന്ത വരുന്നു. അവർ ഇറാൻ അനുകൂലികളൊന്നുമല്ല, പക്ഷേ ഈ യാഥാർത്ഥ്യ ഈ വിഷയത്തെ അവർ അവലോകനം ചെയ്തത് അങ്ങനെയാണ്. അതുമാത്രമല്ല, വേറൊരു വലിയ അഡ്വാൻറ്റേജ് ഇറാൻ ലഭിക്കുന്നു. ഈ കരാർ ഇപ്പോൾ എത്തിച്ചേർന്ന, കഴിഞ്ഞ ദിവസം എത്തിച്ചേർന്ന ധാരണ എന്ന് പറയുന്നത് 60 ദിവസത്തേക്ക് ഇറാന് എണ്ണ പൊതുവിപണിയിൽ വിൽക്കാം. അന്താരാഷ്ട്ര വിപണിയിൽ ഇറാനിയൻ എണ്ണ ഹോർമോസ് കടന്ന് പായും. ഇഷ്ടം പോലെ ഒരു നിയന്ത്രണവുമില്ലാതെ എണ്ണ വിൽക്കാം. വൻതോതിൽ രാജ്യങ്ങൾക്ക് ഇറാനിയൻ എണ്ണ ഉപരോധമില്ലാതെ വാങ്ങാം. എത്ര കാലത്തെ ഉപരോധമാണ്? 40 വർഷത്തിലേറെയായി അല്ലേ? ഇത്രയും കാലത്തെ ഉപരോധം മറികടന്നുകൊണ്ട് ഇറാൻ്റെ എണ്ണ താൽക്കാലികമായിട്ടെങ്കിലും 60 ദിവസത്തേക്ക് മാത്രമാണ്. അപ്പോൾ അപ്പോഴാണ് അന്തിമധാരണയ്ക്ക് വിധേയമായി. അത് കഴിഞ്ഞ് ഒരുപക്ഷെ പെർമനൻ്റായി ഈ അറേഞ്ച്മെൻറ്റ് പെർമനൻ്റ് ആക്കിയേക്കാം. അതിന് പകരമായി അപ്പോൾ ഇറാനിയൻ ഉപരോധം, ഇറാനിയൻ തുറമുഖങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന ഉപരോധം അവസാനിപ്പിക്കുക. ഹോർമോസിന് നേരെ ഇറാൻ നടത്തുന്ന ഒരു അടച്ചിടിയിലുണ്ടല്ലോ, ഷട്ട് ഡൗൺ, അത് ഒഴിവാക്കുക. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ഒരു ഏകദേശ ധാരണയിൽ എത്തി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഇറാൻ ആഗ്രഹിച്ച 3 കാര്യങ്ങളെങ്കിലും നടന്നു. ഈ ലെബനനിലെ വിഷയത്തിൽ ഇറാന് ആഗ്രഹിച്ചതിന് അനുകൂലമായിട്ടാണ്. ആസ്തികൾ ലിബറേറ്റ് ചെയ്യുന്ന, വിടുവിപ്പിക്കുന്നതിന് ഇറാന് അനുകൂലമാണ്. അതുപോലെ ഉപരോധം അവസാനിക്കുന്നു. 60 ദിവസത്തേക്കെങ്കിലും ഇറാന് നേരെയുള്ള എണ്ണ ഉപരോധം അവസാനിക്കുന്നു. ദാറ്റ് ഈസ് അഡ്വാൻറ്റേജ് ഇറാൻ. അമേരിക്ക ആകെ കിട്ടിയത് കുറേ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വിൽക്കുക. അതേസമയം ആണവ വിഷയത്തിൽ ഒരു ധാരണയുമായില്ല. ആണവ ബോംബ് ഉണ്ടാക്കില്ല എന്ന് ഇറാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുതിയ കാര്യങ്ങളൊന്നുമല്ല, ഞങ്ങൾ ആണവ ബോംബ് ഉണ്ടാക്കില്ല. ഉണ്ടാക്കാൻ ശ്രമം നടത്തുന്നത് ശരിയാണ്. ഇപ്പോൾ പറയുന്നത്, അമേരിക്ക പറയുന്നത് തങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതായത് ഇറാൻ ആണവ പദ്ധതിയിൽ തൽക്കാലത്തേക്ക് മെല്ലെ പോകും എന്ന് പറയുന്നു. പക്ഷേ അതിനെക്കുറിച്ച് ധാരണയായതായി അറിവില്ല. ആണവ വിഷയം കൂടുതലായി ഇനി ചർച്ച ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഏത് രൂപത്തിൽ, ഹൗ ഇറാൻ വിൽ ടേക്ക് ഇറ്റ് ഫ്രം നൗ, അത് ഡിബേറ്റബിളാണ്. മറ്റൊന്ന്, ട്രംപ് അവകാശപ്പെടുന്നത് ഹോർമോസ് കടലിടുക്ക് തുറപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഓൾറെഡി ഇതാ നേരത്തെ തുറന്നു കിടന്നതാണല്ലോ സാർ. യുദ്ധത്തിനിടയിൽ ഇറാൻ ഒരു ആയുധം, വജ്രായുധമായി പ്രയോഗിച്ചതല്ലേ. പട്ടി കടിക്കാൻ വന്നു ഞാൻ ഓടി എന്ന് പറയുന്നതും ഓടേണ്ടി വന്നു എന്ന് പറയുന്നതും 2 കാര്യങ്ങളല്ലേ. ഈ ഓടി തുറന്നു എന്നതും തുറപ്പിച്ചു എന്നതും രണ്ടും 2ആണ്. ഇനി അതായത് തുറപ്പിക്കേണ്ടി വന്നാൽ തുറക്കേണ്ടി വന്നു എന്ന് ഇറാൻ പറയുകയാണോ, അതോ തുറപ്പിക്കേണ്ടി വന്നു എന്ന് അമേരിക്ക പറയുകയാണോ? ഇത് 2ൻ്റെ ഇടയിലാണ് സത്യം. ഇതൊരു ധാരണയുടെ വിഷയമാണ്. ഇറാൻ വിചാരിച്ചാൽ ഹോർമൂസ് പൂർണ്ണമായി ബ്ലോക്ക് ചെയ്യാൻ കഴിയുമെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടു. സാധിക്കില്ലെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അത് ഇറാൻ്റെ ഏറ്റവും വലിയ ആയുധം ഹോർമൂസ് തന്നെയാണ്. അതാണ് ആയുധം. ഇത് ലോകം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഡൊണാൾഡ് ട്രംപ് വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഹോർമൂസ് എക്കാലത്തും ആയുധം തന്നെ ആയിരുന്നു. പക്ഷേ ആനയുടെ ബലം അറിയില്ല എന്ന് പറയുന്നത് പോലെ ഇറാൻ അതിൻ്റെ ഒരു ബലം അറിയില്ലായിരുന്നു. അത് സാങ്കേതികമായി ഒക്കുമെന്നറിയാം, അല്ലെങ്കിൽ ഹൈപ്പത്തറ്റിക്കലി അങ്ങനെയൊക്കെ സാധിക്കാം എന്ന് ഇറാനും അറിയാം. പക്ഷേ ഇതിൻ്റെ വിഡ്ത്ത് ഇത്രത്തോളം ഭീതിതമാകും എന്നൊരിക്കലും ഇറാനും തന്നെ അറിയില്ല. അതുകൊണ്ട് ഇറാൻ ഇപ്പോൾ മനസ്സിലായി, ഹോർമോസ് വെച്ച് അന്താരാഷ്ട്ര സമൂഹത്തോട് വിലപേശാൻ സാധിക്കുമെന്ന് ഇറാൻ മനസ്സിലായി. അതുകൊണ്ടാണ് പറയുന്നത് 60 ദിവസത്തേക്കാണ് ഈ സൗജന്യമെല്ലാം. ഇറാൻ തിരിച്ചു പറയുകയാണ്,
60 ദിവസം കഴിഞ്ഞ് ഒരുപക്ഷെ ഞങ്ങൾ ചുങ്കം പിരിക്കും. അറബിക് കപ്പലുകൾ, അമേരിക്കൻ കപ്പലുകൾ, ഇന്ത്യൻ കപ്പലുകളൊക്കെ ഹോർമൂസ് കടന്ന് പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങളും ഒമാനും ഹോർമൂസിലേക്ക് തള്ളി നിൽക്കുക. ഒമാനുമായിട്ട് ആലോചിച്ചിട്ട് ഞങ്ങൾ തീരുമാനിക്കും. അപ്പം ട്രംപ് അതിന് പരസ്യം പറഞ്ഞു, ഞങ്ങളും തീരുമാനിക്കും, ഞങ്ങൾ വേണമെങ്കിൽ പിടിച്ചെടുക്കും. ട്രംപ് പലപ്പോഴും പറഞ്ഞതല്ലാതെ ഈ കാര്യങ്ങളൊന്നും ആ രീതിയിൽ ട്രംപ് പറഞ്ഞ പോലെയല്ല നടന്നത്, അല്ലെങ്കിൽ അത് വിടുവാ പറയുകയാണ്. പക്ഷേ ഇറാൻ പറഞ്ഞതെല്ലാം ഇതുവരെ പറഞ്ഞ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹോർമൂസ് 60 ദിവസത്തിന് ശേഷത്തെ ഹോർമൂസ് എന്നത് ഇപ്പോഴും ഒരു സന്നിഗ്ധ അവസ്ഥയിൽ നിൽക്കുകയാണ്. 60 ദിവസത്തേക്ക് ഏകദേശം ഒരു ധാരണയായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷാവസ്ഥ ഉണ്ടായാൽ ഹോർമൂസ് മാത്രമായിരിക്കില്ല, ബാബൽ മന്ദേബും ഇറാൻ അടയ്ക്കും ഒറ്റയടിക്ക് തന്നെ. കാരണം ഇതിൻ്റെ എഫക്റ്റീവ് ഊതികളുമായി ഒരു കണക്ഷൻ, ഒരു അന്തർധാരയുണ്ടല്ലോ ഇറാൻ. അപ്പോൾ അതുകൊണ്ട് 2 കടലെടുക്കുന്നു. നോക്കൂ, 20% എണ്ണയാണ് ലോകത്തെ ആകമാന എണ്ണ വ്യാപാരത്തിൻ്റെ, എണ്ണ നീക്കത്തിൻ്റെ 20% ആണ് ഹോർമൂസിലൂടെ കടന്നു പോകേണ്ടത്. സൗദിയുടെ എണ്ണയുടെ ഒരു നല്ല പങ്ക്, UAE എണ്ണയുടെ നല്ല പങ്ക്, ബാക്കി വേറെ ഔട്ട്ലെറ്റ് ഉണ്ട്. UAEക്കും സൗദിക്കും. UAEക്ക് ഫിജൈറ ഉണ്ട്, സൗദിക്ക് റെഡ് സീ പോർട്ടുകളുണ്ട്. അപ്പം കുറച്ച്. അതേസമയം ഖത്തറിൻ്റെ മുഴുവൻ ഗ്യാസും എണ്ണയും, കുവൈറ്റിൻ്റെ മുഴുവൻ എണ്ണയും, അതുപോലെ ഇറാഖിൻ്റെ മുഴുവൻ എണ്ണയും എല്ലാം കടന്നു പോകേണ്ടത്, അതുപോലെ ബഹ്റൈൻ, ഖത്തർ, പിന്നെ ഈ രാജ്യങ്ങളിലൊക്കെ ഇതൊക്കെ കടന്നു പോകേണ്ടത് ഹോർമൂസിലൂടെയാണ്. അപ്പോൾ ലോകത്തിൻ്റെ എണ്ണ വ്യാപാരത്തിൻ്റെ 20%, ഗ്യാസ് വ്യാപാരത്തിൻ്റെ 25%. അതുപോലെ ബാബൽ മന്ദേബ് എന്ന് പറയുന്നത് റെഡ് സീയിലേക്കുള്ള പ്രവേശനം. അപ്പോൾ അവിടെ ആണ് ഹൂതികൾ. ഇറാൻ അനുകൂല വിഭാഗമാണല്ലോ പിന്നെ ഹൂതി വിഭാഗം, പ്രവാചക പരമ്പരയിൽ പെടുന്നവരെന്ന് പറയുന്ന ഒരു വിഭാഗം. അവർ കൂടി വിചാരിച്ചാൽ അവിടെയും കലുഷിതമാകാം. അങ്ങനെയെങ്കിൽ ലോകത്തിൻ്റെ എണ്ണ മാത്രമല്ല, ആകെ ലോക വ്യാപാരത്തിൻ്റെ 20%ഓളം കടന്നു പോകുന്ന മെഡിറ്ററേനിയൻ റൂട്ടാണത്. അതായത് അറബിക്കടലിൽ നിന്നും ഈ പറയുന്ന ബാബൽ മന്ദേബിലൂടെ റെഡ് സീയിലേക്ക്, ചെങ്കടലിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകൾ, അവിടെ നിന്നും മനുഷ്യനിർമ്മിതമായ സൂയസ് കനാൽ വഴി മധ്യധരണ്യാഴിയിലേക്ക്, അത് മെഡിറ്ററേനിയനിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ നിന്ന് വേണമെങ്കിൽ ജിബ്രാൾട്ടർ കടലെടുക്ക് കടന്ന് പുറം കടലിലേക്ക്, അറ്റ്ലാന്റിക്കിലേക്ക് പ്രവേശിക്കുന്നു. യൂറോപ്പിൻ്റെ പല ഭാഗത്തും എത്തുന്നു. ഇതാണ് റൂട്ട്. ഇപ്പം ഇവിടെ അല്ലെങ്കിൽ ഏഷ്യയിൽ നിന്നുള്ള യൂറോപ്പിലേക്കുള്ള ചരക്കുകൾ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി, അതായത് ആഫ്രിക്ക ഭൂഖണ്ഡം മുഴുവൻ ചുറ്റി വളഞ്ഞു പോകേണ്ടി വരും. ദിവസങ്ങളുടെ നഷ്ടം, ഫ്യൂവൽ നഷ്ടം, ലോജിസ്റ്റിക്കൽ ലോസ്, നൈറ്റ്മെയറിഷാണ്. അതുകൊണ്ട് ബാബൽ മന്ദേബും പിന്നെ ഈ ഹോർമൂസും ഒരുപോലെ അടയ്ക്കേണ്ടി വന്നാൽ ലോക വ്യാപാരം തകർന്നു എന്ന് തന്നെ പറയാം. അത് ഇറാൻ നന്നായിട്ട് അറിയാം. അവിടെയാണ് വിലപേശാൻ പറ്റുന്നൊരു നിലയിൽ തന്നെ ആയിരുന്നു ഇറാൻ. അതെ, തീർച്ചയായിട്ടും. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇനി അമേരിക്കയുടെ അവകാശവാദങ്ങൾ അല്ലെങ്കിൽ ട്രംപിൻ്റെ അവകാശവാദങ്ങൾ, അങ്ങ് പറഞ്ഞതുപോലെ ട്രംപിൻ്റെ ജനപ്രീതി ഇടിഞ്ഞു. ട്രംപ് ഇനി ഏത് തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കും? കാരണം എന്തു തന്നെയാണെങ്കിലും ട്രംപിൻ്റെ ആ ഒരു ഫ്ലക്ച്വേറ്റിംഗ് നിലപാടുകൾ, ഒരു ദിവസം ഒന്ന് പറയുന്നു, അതിന് 2 ദിവസം കഴിയുമ്പോൾ മാറ്റി പറയുന്ന ഒരവസ്ഥ, അതിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്നാണ് ചിലർ പറയുന്നത്. അതേ മണ്ടനായതുകൊണ്ടല്ല, അതിബുദ്ധിമാനായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു, അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ജീവൻ വയ്ക്കുന്നു. 2 ദിവസം കഴിയുന്നു, വെടിപൊട്ടുന്നു, അപ്പോൾ വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുന്നു, പെട്രോളിയം വില കൂടുന്നു, സ്വർണ്ണവില ഉയരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ബിസിനസ്സിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആ ബിസിനസ്സിലൂടെ വലിയ നേട്ടങ്ങൾ ഊഹക്കച്ചവടത്തിലൂടെ മറ്റുമൊക്കെ നേടിയെടുക്കാൻ അവർക്ക് സഹായിച്ചിട്ടുണ്ട് ഇത് എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. മീൻകുഞ്ഞിനെ നീന്തലും പോപ്പിനെ കുർബാനയും ട്രംപിനെ ബിസിനസ് പഠിപ്പിക്കേണ്ടതില്ല എന്നാണ് ഇപ്പോഴത്തെ 21ാം നൂറ്റാണ്ടിലെ പഴമൊഴി. അപ്പോൾ അവിടെ ട്രംപിന് എന്തിനും ഒരു ട്രാൻസാക്ഷണൽ പോസിബിലിറ്റി ട്രംപിൽ ആരോപിക്കാം വേണമെങ്കിൽ. ഇപ്പം 2 ഡയമെൻഷനിലാണ് ഇതിനെ കാണുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ഇൻസൈഡർ ട്രേഡിങ്ങിനുള്ള സാധ്യത, അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ്, ഈ ഊഹക്കച്ചവടക്കാർക്ക് മുൻകൂട്ടി ഊഹക്കച്ചവടം മാത്രമല്ല, ഇത് മുൻ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ച കച്ചവടം, ഉറപ്പിച്ച കച്ചവടം. ട്രംപുമായി അടുത്ത് നിൽക്കുന്ന വ്യവസായികൾക്കോ നിക്ഷേപകർക്കോ ട്രംപിൻ്റെ തന്നെ കുടുംബാംഗങ്ങൾക്കോ ട്രംപ് എന്താണ് പറയാൻ പോകുന്നത് എന്ന് ധാരണയുണ്ടെങ്കിൽ അതനുസരിച്ച് ഒന്നുകിൽ ഷോർട്ട് പൊസിഷൻസ് എടുത്തു വെക്കാം, അതായത് വിറ്റുവയ്ക്കാം. ഓഹരികൾ കയ്യിലിരിക്കുന്നത് ഓഹരി കയ്യിലില്ലാതെ തന്നെ വിറ്റുവയ്ക്കാം, എന്നിട്ട് പിന്നെ ഷോർട്ട് കവറിങ് ചെയ്താൽ മതി. അല്ല എങ്കിൽ ലോങ് പൊസിഷൻസ് എടുക്കാം, വൻതോതിൽ വാങ്ങി വയ്ക്കാം. എന്നിട്ട്
നാളെ അത് കൂടുതൽ ലാഭത്തിന് വിൽക്കാം. സമാധാന കരാറാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ വലിയ പ്രതിസന്ധി ഉള്ളപ്പോൾ വാങ്ങി വയ്ക്കാം, പിന്നീട് വിൽക്കാം. അതുകൊണ്ട് ഈ അറിവ് ഉള്ളത് ട്രംപിന് മാത്രമാണ്. ഈ അറിവ് ആരോടെല്ലാം പങ്കുവയ്ക്കുന്നു, അതൊരു ചാർജ് ഈടാക്കിയാണോ ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഒരു ഡയമെൻഷൻ. അപ്പോൾ അതിനകത്ത് കള്ളക്കളി ആരോപിക്കുന്നവരുണ്ട്, അത് വിശ്വസിക്കുന്നവരുണ്ട്. അമേരിക്കയിൽ ഒരുപക്ഷെ ഇനി നല്ല രീതിയിൽ അന്വേഷണം നടത്താം. ഒരുപക്ഷെ ട്രംപ് അധികാരത്തിന് പോയതിനു ശേഷമായിരിക്കും ഈ അന്വേഷണം നടക്കുക. അതൊന്ന്. ഇതിനേക്കാൾ നിഗൂഢമാണ് രണ്ടാമത്തെ ഒരു കാര്യം, ആരും അധികം സംസാരിക്കുന്ന ഒരു കാര്യമല്ല. എണ്ണയുടെ, അതായത് ഹൈഡ്രോ കാർബണിൻ്റെ ലോക തലസ്ഥാനം നിലവിൽ വെസ്റ്റ് ഏഷ്യയാണ്. ആ ഒരു അവസ്ഥയിൽ നിന്നും ട്രംപിന് അത് ഏറെ പടിഞ്ഞാറേക്ക് കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹമുണ്ട്. അമേരിക്കയിലേക്കും വെനിസ്വേലയിലേക്കും എണ്ണയുടെ തലസ്ഥാനം മാറണം. ഒപ്പെക്ക് പൊടിഞ്ഞ് പാളീസാവണം. GCC രാജ്യങ്ങളുടെ ഗ്രിപ്പ് ഓവർ ഹൈഡ്രോ കാർബൺ, അതായത് എനർജി സോഴ്സ്, അത് അവസാനിക്കണം. അതിനിതല്ലാതെ വേറെ എന്താ വഴി? ഹോർമൂസ് പ്രശ്നകലുഷിതമാണെങ്കിൽ ഇപ്പോൾ ലോക വ്യാപാരത്തിൻ്റെ 20% അതുവഴിയാണ് പോകുന്നത്. അത് കുറഞ്ഞ 10% കുറയുകയാണെങ്കിൽ ആ വാക്യൂം, ആ ഗ്യാപ്പ് നികത്തേണ്ടത് അമേരിക്കയിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന ഷെയിൽ ആൻഡ് പെട്രോളിയം ആണ്. അതുമാത്രമല്ല, വെനിസ്വേല ലോകത്തെ ഏറ്റവും അധികം എണ്ണ സമ്പത്തുള്ളത് വെനിസ്വേലയിലാണ്, നിക്ഷേപമുള്ളത് വെനിസ്വേലയിലാണ്. അമേരിക്കൻ സഹായത്തോടുകൂടി അമേരിക്കൻ വൻപൻ കമ്പനികൾ വെനിസ്വേലയിൽ സജീവമാകുമ്പോൾ വൻതോതിലാണ് ഈ അമേരിക്കകളിൽ, ദക്ഷിണ അമേരിക്കയിലെ വെനിസ്വേലയിൽ നിന്നും വടക്കേ അമേരിക്കയുടെ തീരപ്രദേശത്ത്, പ്രത്യേകിച്ച് അലാസ്കയിൽ നിന്നുമൊക്കെയുള്ള എണ്ണ വൻതോതിൽ അമേരിക്കയ്ക്ക് ലോക വിപണികളിൽ ഒഴുകാം. അപ്പോൾ അടുത്ത ഒരു 30 വർഷം ഹൈഡ്രോ കാർബൺ ഒരു 30 വർഷം കൂടെ ലാസ്റ്റ് ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ കണക്ക്. അത് കഴിയുമ്പോൾ മറ്റു ഓൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് എനർജിയായി. ഈ കാലഘട്ടത്തിൽ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു പിടിക്കാം. ട്രംപിൻ്റെ ഏക സിംഗിൾ ലാർജസ്റ്റ് ഒരു പ്രഖ്യാപനം എന്താണ്? മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ബൈ റെഡ്യൂസിങ് ദ ട്രേഡ് ഡെഫിസിറ്റ്. ഇപ്പോൾ ലോക രാജ്യങ്ങൾക്കെതിരെ, ചൈന, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ ആകമാന ട്രേഡ് ഡെഫിസിറ്റ് ഈസ് $1 trillion. അമേരിക്ക ഒരു $31 trillion എക്കോണമിയാണ്. അതിൽ $1 trillion ട്രേഡ് ഡെഫിസിറ്റ് തന്നെയുണ്ട്. ഇതൊന്ന് ബ്രിഡ്ജ് ചെയ്യണമെങ്കിൽ എന്താ വഴി? ഇന്ത്യയുമായി കച്ചവടം നടത്തണം. എന്താണ് ഇപ്പോൾ കച്ചവടം ഇന്ത്യക്ക് അനുകൂലമാണ്. അത് അമേരിക്കയുടെ എണ്ണ, ഇന്ത്യ ഗൾഫിലെ എണ്ണ വാങ്ങുന്നതിന് പകരം അമേരിക്കൻ എണ്ണ വാങ്ങാൻ നിർബന്ധിതരാവുന്ന ഒരവസ്ഥ ഉണ്ടാവണം. ചൈനയും അമേരിക്കൻ എണ്ണ വാങ്ങാൻ, റഷ്യൻ എണ്ണ കിട്ടും ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ അമേരിക്കൻ എണ്ണ കൂടെ വാങ്ങാൻ സാഹചര്യമുണ്ടെങ്കിൽ $256 ബില്യൺ വാർഷിക ട്രേഡ് ഡെഫിസിറ്റ് ആണ് അമേരിക്കയ്ക്ക് ചൈനയുമായുള്ള കച്ചവടത്തിലുള്ളത്. ഇത് ബ്രിഡ്ജ് ചെയ്യണമെങ്കിൽ 2-3 കാര്യങ്ങളാണ്. ഇന്ത്യയിൽ സോയാബീൻ വൻതോതിൽ ഇറക്കുമതി ചെയ്യണം. ഇന്ത്യയുടെ നയം മാറണം. അമേരിക്കൻ കാർഷിക വിപണി, ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യക്ക് വിപണി കിട്ടത്തക്ക രീതിയിൽ, ഇന്ത്യയിൽ വിപണി കിട്ടത്തക്ക രീതിയിൽ നയങ്ങളുണ്ടാകണം. അപ്പോൾ ഇന്ത്യ അമേരിക്ക നെഗോസിയേഷനൊക്കെ ആ രീതിയിലാണ് പോകുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ചൈന, ഇന്ത്യ അവരൊക്കെയാണല്ലോ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കൊന്നും വലിയ വിപണി ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല. അത് കിട്ടണം. അത് എണ്ണയാണ് ഏറ്റവും വലിയ. ഈ 2 രാജ്യങ്ങൾക്കും ഏറ്റവും അധികം വേണ്ടത് ചൈനയ്ക്കും ഇന്ത്യക്കും. രണ്ടും കൂടി ചേർന്നാൽ ലോക ജനസംഖ്യയുടെ 1/3 എന്ന് ഓർക്കണം. ഇവർക്ക് വേണ്ടത് എണ്ണയാണ്. ആ എണ്ണയുടെ ഒരു ഉൽപ്പാദനം ഇവിടുന്ന് മാറി ഗൾഫ് എണ്ണ അൺസ്റ്റേബിളാണ് എന്ന ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ കൂടുതൽ എക്സ്പോഷർ അമേരിക്കയ്ക്ക് ലഭിക്കും, അഡ്വാൻറ്റേജ് ലഭിക്കും എന്നൊരു ചിന്ത കൂടിയുണ്ട്. അതുകൊണ്ട് ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇറാനെ തകർക്കുക, ആണവ വിഷയത്തിലൊരു തീരുമാനമെടുക്കുക എന്നതൊന്നും മാത്രമാണോ? അതോ അമേരിക്കയുടെ ബിസിനസ് പ്രോസ്പെക്ട്സ്, ട്രേഡ് പ്രോസ്പെക്ട്സ് ഫർദർ ചെയ്യുക എന്ന ചിന്തയും ഉണ്ടായിരുന്നു. അവർ ട്രംപ് തീരെ പറയുന്ന പോലെ മണ്ടനല്ല. ഈ മാറ്റിയും മറിച്ചും പറയുന്നത് അച്ചായൻ്റെ ഒരു നമ്പറാണ്, തന്ത്രമാണ്, പൊട്ടനായതുകൊണ്ടല്ല എന്നുകൂടി ഇതിൽ നിന്നും വായിച്ചെടുക്കാം. പലരും അങ്ങനെയാണ് വായിക്കുന്നത്. അതെ. മറ്റൊരു കാര്യം, ഈ ഒരു വിഷയത്തിൽ എനിക്കറിയാൻ താല്പര്യമുള്ളൊരു 2 കാര്യങ്ങളിൽ ഒന്ന്, ഇനി അങ്ങോട്ട് നമുക്കിപ്പോൾ ബോധ്യമായി ഒരു രാജ്യത്തെയും പൂർണ്ണമായും പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്ന്. അങ്ങനെയാണോ? ഒരു സൈനിക നീക്കത്തിനായി ഇറങ്ങി പുറപ്പെടും മുൻപ് എത്ര കരുത്തനായാലും എല്ലാ രാജ്യങ്ങളും ഇനി A to Z ചിന്തിക്കും, അല്ലേ? 100 വട്ടം ആലോചിക്കും. ഒരു രാജ്യത്തിനും മിലിറ്ററി മൈറ്റ് കൊണ്ട് മാത്രം മറ്റൊരു രാജ്യത്തെ പരാജയപ്പെടുത്താനാവില്ല എന്ന ഒരു ധാരണ. ഇത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ലോകരാജ്യങ്ങൾക്ക്. അവർ ഈ ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. ഈ രാജ്യങ്ങളൊക്കെ തന്നെ സ്വയം പ്രതിരോധത്തിന് വേണ്ടി ഏറിയൽ ഡിഫൻസ് സിസ്റ്റവും എല്ലാം റെഡിയാക്കും. അതുകൊണ്ട് കൂടുതൽ ആയുധ കച്ചവടം നടന്നേക്കാം. പക്ഷേ ഒരു രാജ്യത്തെ കയറി ആക്രമിക്കുന്നതിന് മുൻപ് 100 വട്ടം ചിന്തിക്കും. ഇസ്രായേൽ വിചാരിച്ചിട്ട് പൂർണ്ണമായി ഹമാസിനെ ഒതുക്കാനോ, ഗാസ വെറും 368 ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള ചെറിയ ഭൂമിയാണ്, അത് പൂർണ്ണമായി കൈവശപ്പെടുത്താനോ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഗാസ സമാധാന പദ്ധതി എങ്ങും എത്തിയിട്ടുമില്ല. അതുപോലെ ഇറാൻ വലിയ രാജ്യമാണ്.
പക്ഷേ അമേരിക്കയുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വളരെ ദുർബലമായ സൈനിക ശക്തിയുമാണ്. എന്നിട്ട് പോലും ജിയോ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജാണ് ഇറാനെ രക്ഷിച്ചത്. അതുപോലെ ഇറാൻ്റെ തന്ത്രങ്ങൾ, ഇറാൻ്റെ പ്രദേശത്തെ 31 വീതിച്ച് 31 പ്രവിശ്യകളാണ്. അവിടെ 31 ഇടത്തും ഇൻഡിപെൻഡൻ്റായ കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഒരുക്കിക്കൊണ്ട് അമേരിക്ക പ്രതീക്ഷിക്കാത്ത യുദ്ധതന്ത്രങ്ങളുമായിട്ട് ഇറാൻ മുന്നോട്ട് പോയി. അപ്പം ഇറാൻ ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ഒരു ചെറിയ രാജ്യം, ഇപ്പം വിയറ്റ്നാം എന്ന ചെറിയ രാജ്യത്തെ അമേരിക്ക എന്ന വൻ ശക്തി വിചാരിച്ചിട്ട് പൂർണ്ണമായി കീഴടക്കാൻ കഴിഞ്ഞില്ലല്ലോ പതിറ്റാണ്ടുകൾക്ക് മുൻപ്. അപ്പോൾ ഇതൊന്നും അഫ്ഗാനിസ്ഥാൻ എത്ര കാലം അമേരിക്ക ആധിപത്യം പുലർത്തി, വിട്ടെറിഞ്ഞ് താലിബാന് അധികാരം കൊടുത്ത് പോകേണ്ടി വന്നില്ലേ? ഇറാഖിൽ ഇടപെട്ട് സദ്ദാം ഹുസൈനെ മാറ്റി, എന്നിട്ടൊരു പാവഭരണകൂടത്തെ വെച്ചു, കൊണ്ടുപോയില്ലേ? ISIS കൂട്ടരും ഇറാഖിൻ്റെയും സിറിയയുടെയും കണ്ണായ ഭാഗം കൊണ്ട് പോയില്ലേ? പിന്നെ അവസാനം വലിയ കഷ്ടപ്പെട്ട് ഇത് പിടിച്ചെടുക്കേണ്ടി വന്നു, ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കേണ്ടി വന്നു. ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തെ കീഴടക്കി വയ്ക്കാനോ പിടിച്ചു വയ്ക്കാനോ മേധാവിത്വം ദീർഘകാലത്തേക്ക് പുലർത്താനോ ആവില്ല എന്ന് ഇപ്പോൾ ഇതിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. ഇതിലൂടെ ചൈനയുടെ തായ്വാൻ പ്ലാനും മാറ്റം ഉണ്ടായിരിക്കുമല്ലേ സർ? ചൈന അതുകൊണ്ടാണ് മിണ്ടാതെ നിൽക്കുന്നത്. ചൈനയുടെ തൈവാൻ, ചൈനയ്ക്കറിയാം ഇതൊരു അനുകൂല സാഹചര്യമാണ്, കയറി പിടിക്കാൻ നോക്കാം. പക്ഷെ അപ്പോഴും ഇതേ പ്രിൻസിപ്പിൾ ഉണ്ട്, ഒരുപക്ഷെ കൊക്കിൽ ഒതുങ്ങില്ല. നമുക്ക് തോന്നാം ചൈന പെട്ടെന്ന് തൈവാൻ കയറി അങ്ങ് പിടിക്കാം, അങ്ങനെയാണ് നേരത്തെ ചെയ്യാമായിരുന്നല്ലോ. ചൈന ഈസ് ബിൽഡിംഗ് അപ്പ്. അമേരിക്ക 18-19 നൂറ്റാണ്ടുകളിൽ ഊർജം സംഭരിച്ചതുപോലെ ചൈന കേവലം 19 ട്രില്യൺ ഇക്കോണമി മാത്രമാണ്. പക്ഷെ ചൈന ഊർജം സംഭരിച്ചുകൊണ്ടേയിരിക്കുന്നു. ചൈന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റ് രാജ്യങ്ങളുടെ കോൺഫ്ലിക്റ്റുകൾ ഇടപെടാതെ, അല്ല എങ്കിൽ ഇറാൻ വിഷയത്തിൽ ഇടപെടാമായിരുന്നല്ലോ. ആ കാര്യമായ അഭിപ്രായ പ്രകടനം പോലും നടത്താതെ ചൈന മാറി നിൽക്കുന്നത് അന്ന് അമേരിക്ക അഡോപ്റ്റ് ചെയ്ത ഐസൊലേഷനിസ്റ്റ് പോളിസി പോലെയാണ്. മൺട്രോ ഡോക്ട്രിൻ അതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ. അതുപോലെ ചൈന സ്വാംശീകരിക്കുകയാണ്, ഇന്റേണലി എനർജി ഇങ്ങനെ എടുക്കുകയാണ്. അതുകൊണ്ട് വേണ്ടി വന്നാൽ ഉപയോഗിക്കാനുള്ള ഭാവി അതാണ് ഈ അനാവശ്യമായി അമേരിക്ക ഇറ്റ്സ് ഓൺ ദ വേർജ് ഓഫ് എ സ്ലൈഡ്. ഒരു സ്ലൈഡിൻ്റെ തുടക്കത്തിലാണ്. അമേരിക്കയുടെ പീക്ക് കഴിഞ്ഞു എന്ന് പലരും വിശ്വസിക്കുന്നു. അമേരിക്കയിലുള്ള പലർക്കും തോന്നില്ലായിരിക്കാം. പക്ഷേ പൊതുവേ മാറി നിന്ന് ചിന്തിക്കുമ്പോൾ ലോകവ്യവസ്ഥയിൽ അമേരിക്കയ്ക്ക് മേൽക്കൈയുണ്ട്. അത് വാസ്തവമാണ്, സത്യമാണല്ലോ. പക്ഷേ പീക്ക് കഴിഞ്ഞിട്ട് സ്ലൈഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അനാവശ്യമായി അമേരിക്ക പണം ചെലവാക്കുന്നു. ഇത് ട്രംപ് ഐഡൻറ്റിഫൈ ചെയ്ത് അമേരിക്കക്കാരോട് പറഞ്ഞു. അമേരിക്കക്കാർ വിശ്വസിച്ചത് കൊണ്ടാണ് ട്രംപിനെ തിരഞ്ഞെടുത്തത് വീണ്ടും. പക്ഷേ ആ അബദ്ധം താൻ എന്താണോ തിരുത്താൻ ഉദ്ദേശിച്ചത് അതിലേക്ക് തന്നെ ട്രംപ് വീഴുന്നു, അല്ലെങ്കിൽ ട്രംപിനെ വീഴ്ത്തുന്നു. നെതന്യാഹു ട്രംപിനെ വീഴ്ത്തി എന്ന് പറയുന്നവരാണ് കൂടുതലും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജിയോ പൊളിറ്റിക്സിലും ഇത് നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായി മാറി. പാഠങ്ങൾ പലതും അമേരിക്കയ്ക്ക് പഠിക്കാനുണ്ട്, ലോകത്തിനെ നോക്കി നിന്ന് പഠിക്കാനുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇന്ത്യ എന്തുകൊണ്ട് കാര്യമായി പ്രതികരിച്ചില്ല? ഈ പാകിസ്ഥാൻ ഇടനില നിന്ന് മാനവമഹത്വം കൊണ്ടുപോയി എന്ന് ചിന്തിക്കുന്നവരുണ്ട്, വിമർശിക്കുന്നവരുണ്ട്. ഇന്ത്യക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഇതിന് ഇടപെടാനാവില്ലായിരുന്നു. അതാണ് വാസ്തവം. ഇന്ത്യയുടെ ജനങ്ങൾ ഇൻവോൾവ് ആണ്, അവരുടെ സുരക്ഷ വളരെ പ്രധാനമാണ്. 1 കോടിയോളം ഇന്ത്യൻ വംശജരവുണ്ട് ഗൾഫ് പ്രദേശത്ത്. അതൊരു കൺസേണാണ്, ഇന്ത്യയുടെ ഓയിൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇന്ത്യ ആരെ പിന്തുണയ്ക്കും? ഇറാനുമായി നല്ല ബന്ധമുണ്ട്, ഇസ്രയേലുമായി റിലേഷൻഷിപ്പ് ഉണ്ട്, വൈകി വന്ന ബന്ധമാണത്. അമേരിക്കയുമായുള്ള ബന്ധം കളയാനാവില്ല, ഗൾഫ് രാജ്യങ്ങളുമായി ഊഷ്മളമായ ബന്ധമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു വശം പിടിച്ചുകൊണ്ട് ഇന്ത്യക്ക് മുന്നോട്ട് പോകാനാവില്ല. അത് മാത്രമല്ല ഈ തേർഡ് പാർട്ടി മീഡിയേഷൻ എന്നുള്ള ഇന്ത്യയുടെ നയമല്ല. അതുകൊണ്ട് ഇന്ത്യ തന്നെ ഒരു മധ്യസ്ഥത വഹിക്കുന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് ഇന്ത്യ തൽക്കാലത്തേക്ക് വെയിറ്റ് ആൻഡ് വാച്ച് പോളിസിയിലാണ് നിന്നത്. അതേ പറ്റുമായിരുന്നുള്ളൂ ഒരു പക്ഷേ എന്നാണ് പൊതുവെ ചിന്തിക്കപ്പെടുന്നത്. അല്ലാതെ ഇന്ത്യ ഇപ്പം പാകിസ്ഥാൻ പറഞ്ഞതുപോലെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യാം, ഇന്ത്യക്ക് എല്ലാ രാജ്യങ്ങളുമായും ഒരേപോലെ ബന്ധമുണ്ട്. ഈ ഗൾഫ് രാജ്യങ്ങളുമായും ഇസ്രയേലുമായും ഇറാനുമായും അമേരിക്കയുമായും എന്തുകൊണ്ട് മധ്യസ്ഥത വഹിക്കാമായിരുന്നു? വഹിച്ചില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെതായ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടെന്ന് ഇന്ത്യ മനസ്സിലാക്കിയത് കൊണ്ടാണ്. കറക്റ്റ്. എന്തായാലും ഇറാന് മേൽ അമേരിക്ക നടത്തി വന്ന സൈനിക നീക്കം അവസാനിച്ചിരിക്കുകയാണ്. സമാധാനത്തിലേക്ക് പോകുന്നു, കുറഞ്ഞപക്ഷം 60 ദിവസത്തേക്കെങ്കിലും. അത് വലിയ ആശ്വാസമാണെന്ന് പറയാതിരിക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല. കാരണം അത്രമേൽ രൂക്ഷമായിരുന്നു, അത്രമേൽ ഗുരുതരമായിരുന്നു ഇറാൻ ചുറ്റുപാടേക്ക് നടത്തിയിരുന്ന മിസൈൽ ആക്രമണം. നമ്മുടെ പൗരന്മാർക്ക് പോലും ജീവൻ നഷ്ടമായി എന്ന് ഈ അവസരത്തിൽ പറയേണ്ടി വരുന്നു. അതൊന്ന്. 2, ജിയോ പൊളിറ്റിക്സിൽ തന്നെ വലിയ മാറ്റം വരുത്തിയ ഒരു
യുദ്ധമായിരുന്നു ഇത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അമേരിക്കയുടെ സ്ലൈഡ് ഏറ്റവും ഉച്ചത്തിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ നിന്നും താഴേക്ക് തുടങ്ങിയിരിക്കുന്നു എന്ന് ലോകത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു. മറ്റൊന്ന്, ഒരു രാജ്യത്തിനും ആയുധമെടുത്ത് മാത്രം മറ്റുള്ളവരെ കീഴടക്കാൻ എപ്പോഴും സാധിക്കണമെന്നില്ല എന്നുള്ളൊരു പാഠം കൂടി ഇത് നൽകുകയാണ്. തന്ത്രപരമായ വിജയം ഈ യുദ്ധത്തിൽ നേടിയത് ഇറാനാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്നു. മരവിപ്പിക്കപ്പെട്ടിരുന്ന, കാലങ്ങളോളം മരവിപ്പിക്കപ്പെട്ടിരുന്ന അവരുടെ സ്വത്തുവകകൾ അവർക്ക് തിരികെ കിട്ടുവാൻ തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ 40-ലേറെ വർഷമായി ഏർപ്പെടുത്തിയിരുന്ന ഉപരോധവും പിൻവലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് നാളത്തേക്കാണ് ഇത് തുടക്കത്തിൽ. ഇനി അങ്ങോട്ട് സമാധാന ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായും വിപണി അവർക്ക് തുറന്നു കിട്ടും. അവരുടെ എണ്ണ യഥേഷ്ടം വിൽക്കുവാനും ഡോളർ സമ്പാദിക്കുവാനും സാധിക്കും. ഇത്രയും കാലം അവർ അനുഭവിച്ച ദാരിദ്ര്യത്തിന്, വളർച്ചാ മുരടിപ്പിന് ഇതുകൊണ്ട് തന്നെ പരിഹാരം കണ്ടെത്തുവാനും സാധിക്കും ഇറാന്. അങ്ങനെ വരുമ്പോൾ നേട്ടം ഇറാന് തന്നെയാണ്. ട്രംപ് മറ്റൊരു വശത്ത് നേട്ടം കൊയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാനം കപ്പൽ കയറിയോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. കാരണം ഒരു ഊരാക്കുടുക്കിൽപ്പെട്ട ട്രംപ് വല്ല വിധേനയും തലയൂരിക്കൊണ്ട് പോവുകയായിരുന്നു. അത് നമുക്ക് പുറത്തു നിന്ന് കാണുമ്പോൾ. പക്ഷേ ഉള്ളിലേക്ക് പലരും നോക്കാൻ പറയുകയാണ്. ട്രംപും അടുത്തു നിന്നവരും ഇതിലൂടെ നേടിയെടുത്തത് പല ബിസിനസ് നേട്ടങ്ങളാണ് എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ മാനങ്ങളുള്ള, ഫേസുകളുള്ള ഒരു കാര്യമാണ് ഇറാനെതിരെ നടത്തി വന്ന ഈ യുദ്ധം. പക്ഷേ ഇസ്രായേൽ ഇപ്പോഴും അടങ്ങിയിട്ടില്ല. ബെഞ്ചമിൻ നെതന്യാഹുവിനെ പൂർണ്ണമായും കൺവിൻസ് ചെയ്യിക്കുവാൻ ട്രംപ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വളരെയധികം നന്ദി സർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.